ഇന്ന് എടുക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തു, അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എടുക്കുന്നത് കാണാത്തവരെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. ദെൻ അതിന് നമുക്ക് എടുക്കുന്നത് എന്താ, 2 sides ആൻഡ് ആൻ ആംഗിൾ എന്നുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ്സും ഒരു ആംഗിളും തന്നാൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെറിയ ക്ലാസ്സിൽ, അതായത് 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എങ്ങനെ 5 അതായത് 2 sides തന്ന ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാന്നുള്ളത് അല്ലേ. ഇതാ ഇവിടെ നോക്കൂ, 5 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും എന്താണ് 2 സൈഡ് തന്നു. പിന്നെ ഒരു ആംഗിൾ തന്നത് മീറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ എന്താണ് 40 ഡിഗ്രിയും തന്നു കേട്ടോ. ഇത് ഒന്ന് ഇങ്ങനെ വരച്ചു അല്ലേ. പിന്നെ നമുക്ക് അതെന്താ 5 ബേസ് ആക്കിയിട്ട് 7 ഈ സെൻറ്റിമീറ്റർ ഈ സൈഡ് എടുത്തു, 40 ഡിഗ്രി ഇവിടെ എടുത്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അതുപോലെ ഇവിടെയും എന്താണ്, ഇവിടെ നമ്മൾ 5 ബേസ് ആക്കിയിട്ട് 7 സെൻറ്റിമീറ്റർ ഈ വശമാക്കിയിട്ട് ഈ സൈഡ് ആക്കിയിട്ട് എടുത്തു, അതിൻ്റെ ആംഗിൾ ഇവിടെ ആയിട്ട് എടുത്തു, ഇങ്ങനെയും വരച്ചു. ഇനി നമുക്ക് എന്താക്കാം, 5 സെൻറ്റിമീറ്റർ അല്ലേ ബേസ് ആക്കിയല്ലേ ഇതിൽ എടുത്തത്, ഇനി 7 സെൻറ്റിമീറ്റർ ബേസ് ആക്കിയിട്ട് നമുക്ക് 2 വരയ്ക്കാം അല്ലേ. 5 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെടുക്കുക, 5 സെൻറ്റിമീറ്റർ ഈ സൈഡിലും എടുക്കുക അല്ലേ. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് വരയ്ക്കാൻ പറ്റുമോ, ദ തേർഡ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഓൾസോ ഈക്വൽ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ മൂന്നാമത്തെ സൈഡ് നടന്നു നോക്കുക എല്ലാത്തിൻ്റെയും, ആ എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇങ്ങനെ വരച്ചാലും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇഫ് 2 sides of a triangle and the angle made by them are equal to 2 sides of another triangle and angle made by them, then the third sides of a triangle are also equal, the other 2 angles are also equal അല്ലേ. എന്താണ് പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സും ഒരു ആംഗിളും അതിൽ എന്താണ് കൂട്ടിമുട്ടുന്ന ആ ആംഗിളും ഈക്വൽ ആയിരിക്കും. വേറൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സും അത് കൂട്ടിമുട്ടുന്ന ആംഗിളും എന്താണ് ഈക്വൽ ആയിരിക്കും. ആണെങ്കിൽ ഈക്വൽ ആയിരിക്കുമെങ്കിൽ എന്താണ്, തേർഡ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ, എന്താണ് മൂന്നാമത്തെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ദ അതർ 2 angles ആർ ഓൾസോ ഈക്വൽ അല്ലേ. ആ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല, എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ആ 2 ട്രയാങ്കിൾസിലെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് കൂട്ടിമുട്ടുന്ന ആ ആംഗിളും ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ്സ് 2 ട്രയാങ്കിളിൻ്റെയും മൂന്നാമത്തെ സൈഡ്സും അതിൽ ബാക്കിയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത്രയും ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഈ നോക്കൂ, ഈ ട്രയാങ്കിൾസ് നോക്കൂ, ഇതെന്താണ് 8 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അല്ലേ. അത് കൂട്ടിമുട്ടുന്ന ആംഗിൾ എന്താണ് 50 ഡിഗ്രിയാണ് അല്ലേ. അതേപോലെ ഇതും അങ്ങനെയല്ലേ, 8 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അത് കൂട്ടിമുട്ടുന്ന ആംഗിൾ എന്താണ് 50 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആംഗിൾസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആംഗിൾസ് എത്ര നല്ലത്, ഏതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ബി എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ഇതാ ഈ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ഈ ട്രയാങ്കിൾ PQRൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബി, അപ്പോൾ 8ൻ്റെയും 4നും കൂട്ടിമുട്ടുന്ന ആംഗിളാണെന്ത് 50 ഡിഗ്രി അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഈ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇവിടെ എന്താണെന്നുള്ള അറിയില്ല, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ 4 സെൻറ്റിമീറ്റർ ഇതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് 4, അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ബി. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ 6 അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ R അല്ലേ. അതുപോലെ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ള എന്താണ് ആംഗിൾ ഈ ട്രയാങ്കിൾ PQRൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഇത് 8 സെൻറ്റിമീറ്റർ അല്ലേ. 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ 8 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കുക, ഇത് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ഇത് അല്ലേ. അപ്പോൾ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് എന്താണ്, ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ പി അല്ലേ. അപ്പോൾ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ പിയും ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ R ആണ് അല്ലേ. ഇനി നമുക്ക് വേറൊരു മെത്തേഡിലും വേണമെങ്കിൽ എന്താക്കുക, ഇത് കാണാം അല്ലേ. ഒന്നുകിൽ നമ്മൾ എന്താണ് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ നോക്കുക, അല്ലെങ്കിൽ എന്താക്കുക അത് രണ്ടും കൂട്ടിമുട്ടുന്നതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. ഇപ്പോൾ എന്താണ് ഇവിടെ 8 സെൻറ്റിമീറ്ററും ഇവിടെ ഇപ്പോൾ തന്നിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു വര കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ വരേൻ്റെ ഇടയിലും 18, അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ ഇരിക്കും, ഇതായിരിക്കും അല്ലേ, PR ആയിരിക്കും. മറ്റേ 4ഉം 8ഉം തന്നല്ല, അപ്പോൾ ഇതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കളർ ചേഞ്ച് വരുത്തി തരാം കേട്ടോ ടീച്ചർ.
അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിമ്പിളായിരിക്കും. ഇത് ഓക്കെ, ഇതും ഈ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ 8 സെൻറ്റിമീറ്ററിൻ്റെയും ഈ ബ്ലൂ സൈഡ് ഇതിലുള്ള ഈ സൈഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ഇത് ആംഗിൾ ബി. അതേപോലെ ഇതിലും നോക്കുക, 8 സെൻറ്റിമീറ്ററിനും അതുപോലെ ഈ ബ്ലൂ വരേൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാ? 6 അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി എന്താണ് സീൻ്റെ കാണണമെങ്കിൽ ഈ ബ്ലൂ വരേൻ്റെയും 4 സെൻറ്റിമീറ്ററിന് ഇടയിലുള്ള ആംഗിൾ ഏതാന്ന് നോക്കുക. ഏതാ? ആംഗിൾ സി ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇവിടെയും നോക്കുക, ബ്ലൂ വരേൻ്റെയും 4 സെൻറ്റിമീറ്ററിന് ഇടയിലുള്ളത് 4 സെൻറ്റിമീറ്റർ ഇതാ ബ്ലൂ വരെ അല്ലേ, അതിൻ്റെ ഇടയിലുള്ളത് ആംഗിൾ പി അല്ലേ. അങ്ങനെയും നോക്കാം കേട്ടോ. 2 മെത്തേഡിൽ നോക്കാം. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അതായത് ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ്, ഇത് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇത് ബി, അങ്ങനെ ഒന്ന് നോക്കാം. ഇപ്പോൾ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിലേതാണ്? 6. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. അങ്ങനെ നോക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നോക്കാം. 2 മെത്തേഡിലും ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നു കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് അടുത്ത ഇത് നോക്കിയേ എന്താണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ഏതാണ്? ആംഗിൾ ആർ ആണ്. ആംഗിൾ സിക്ക് ഈക്വൽ ആംഗിൾ പി യു ആണ്. ഇനി ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ കണ്ടോ, അതായത് 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററും പിന്നെ അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ നോക്കൂ, 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ, അതിൻ്റെ ആംഗിൾ 30 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുത്ത് വരച്ചത് നോക്കിയേ. ഇത് 2 സൈഡ് തന്ന അതിൻ്റെ വര കൂട്ടിമുട്ടുന്ന ഭാഗത്തല്ല നമ്മൾ 30 ഡിഗ്രി എടുത്തത് അല്ലേ. മറ്റേ നമ്മൾ കൂട്ടിമുട്ടുന്ന ആ 3യും 5ൻ്റെ ഇടയിൽ കൂട്ടിമുട്ടുന്ന ആംഗിളിൻ്റെ അവിടെയാണ് നമ്മൾ സാധാരണ എടുത്തിരുന്നത്. ഇത് വേറൊരു മെത്തേഡാണ് അല്ലേ. അത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ മെത്തേഡിലും ആ മെത്തേഡിലും വരയ്ക്കുക അല്ലേ. ഈ ഇതിലൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ഇങ്ങനെ വരച്ചു അല്ലേ. അതായത് 5 സെൻറ്റിമീറ്റർ ബേസ് ആക്കി എടുത്തു. എന്നിട്ട് എന്താക്കി, ഇവിടുന്ന് ആംഗിൾ എടുത്തു 30 ഡിഗ്രി എന്നുള്ളത് എന്താക്കി നമ്മളെടുത്തു. എന്നിട്ട് എന്താക്കി നമ്മൾ നീട്ടിങ് വരച്ചു അല്ലേ. ഇനി എന്താണ്, നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് തന്നത്. അപ്പോൾ നമ്മൾ എന്താക്കി, ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കോമ്പോസ്റ്റർ ആണ് അല്ലേ. കോമ്പോസിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് ഈ ബിയിൽ അവിടെ കുത്തിയിട്ട് നമ്മൾ എന്താക്കിയൊരു ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്ത് അല്ലേ. അപ്പോൾ ആർക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താക്കി, ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് എന്താക്കി താഴോട്ടേക്ക് വരച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതൊരു ട്രയാങ്കിളായി കിട്ടും. ഇനി വേറൊരു ട്രയാങ്കിളും കിട്ടും അല്ലേ. നമ്മളെന്താണ് ഇവിടെ ആയിട്ടാണ് നമ്മൾ ആർക്ക് കട്ട് ചെയ്ത് അല്ലേ. നമുക്ക് 3 സെൻറ്റിമീറ്റർ അല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സർക്കിളിൻ്റെ എവിടെ നമ്മൾ മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 സെൻറ്റിമീറ്റർ ഒരു സൈഡ് കിട്ടും അല്ലേ. ഈ 30 ഡിഗ്രി ഇവിടെ തന്നെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ എടുക്കുന്നതിന് പകരം എന്താ ഇവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ വിചാരിച്ചോ. ഈ പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ എന്താക്കും, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് സ്കെയിൽ വേണേ ഞാൻ വരച്ച് തരാം. ഓക്കെ ഇവിടുന്ന് കറക്റ്റ് ഇവിടേക്ക് അങ്ങ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് അങ്ങ് വരച്ചാൽ നമുക്ക് എന്താ ഈ ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഈ ട്രയാങ്കിൾ നോക്കൂ, ഈ ട്രയാങ്കിൾ കിട്ടിയേ കണ്ടോ. അതേപോലെയാണ് വരച്ചത്. അപ്പോൾ നമുക്ക് ഈ 2 സൈഡും ഒരു ആംഗിളും തന്നാൽ നമുക്ക് എന്താക്കാം, അത് കൂട്ടിമുട്ടുന്ന കോണ് മറ്റേ കൂട്ടിമുട്ടാത്ത സ്ഥലത്താണ് ആ കോണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് 2 ട്രയാങ്കിൾ ഈ ടൈപ്പിൽ വരയ്ക്കാം. പക്ഷേ ഈ 2 ട്രയാങ്കിളിൽ നമ്മൾ സൈഡും നടന്നു നോക്കിയേ, ഈ 2 സൈഡും അതായത് ഒന്ന് നടന്നു നോക്കുക. അപ്പോൾ 2 സൈഡും നടന്നു നോക്കിയാൽ അപ്പോൾ ഒരു 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഒന്ന് ഈ മെത്തേഡിലും ഈ ട്രയാങ്കിളിലും കിട്ടി, ഒന്ന് ഈ ട്രയാങ്കിളും കിട്ടി. ഈ ട്രയാങ്കിൾ തന്നെ കേട്ടോ, ഈ ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് മായ്ക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ ടീച്ചർ പറഞ്ഞ് മനസ്സിലായില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഒന്ന് 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക, ഒന്ന് 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സ് മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ അല്ല അല്ലേ. ഒന്ന് AC കുറച്ച് നീളമുണ്ട് അല്ലേ, പക്ഷെ എന്താ PR അതിനത്രയും നീളമില്ല അല്ലേ. അപ്പോൾ ACയും PRും എന്താണ് ഈക്വൽ അല്ല അല്ലേ. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് കേട്ടോ. ഇനി ഇവിടെ എന്താണ് ABയും PQയും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. AB ഈക്വൽ ടു PQ ആണ്. അതുപോലെ BC ഈക്വൽ ടു RQ ആണ് അല്ലേ. QR ആണ് അല്ലേ. 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, മറ്റേ 5 സെൻറ്റിമീറ്റർ. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P 30 ഡിഗ്രി ആണ് അല്ലേ. ACയും PRും ഈക്വൽ ആണോ? നോ അല്ലേ, ഈക്വൽ അല്ല. ദെൻ ഇവിടെ നോക്കൂ,
ഇൻ ഈച്ച് പെയർ ഓഫ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാങ്കിൾസ് താഴെയുള്ള ഈ ഓരോ പെയർ ട്രയാങ്കിൾ നോക്കുക, അതിന്റെ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എ ബി സി ട്രയാങ്കിൾ എ ബി സി ആണ്. ഇവിടെ എന്താണ്? ട്രയാങ്കിൾ പി ക്യു ആർ ആണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിന്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു 40 ആണ് അല്ലെ. ഇവിടെയോ ആംഗിൾ ക്യൂ ആണ് 40. അപ്പൊ 3 സെന്റിമീറ്ററിന്റെയും 7 സെന്റിമീറ്ററിന്റെയും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? ഈ 40 ഡിഗ്രി വരുന്നത് അല്ലെ. അതേപോലെ തന്നെ 3 സെന്റിമീറ്ററിന്റെയും 7 സെന്റിമീറ്റർ ഇടയിലുള്ളത് എന്താണ്? 40. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാം. ഇനി നമുക്ക് വേറെ മെത്തേഡ് എന്താണ്? അടുത്ത ബി നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ആംഗിൾ ബി കാണുക? ആംഗിൾ ബി എങ്ങനെ കാണും? ആംഗിൾ ബി കാണുന്നത് ടീച്ചർ 2 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ എന്താക്കുക, ഈ എന്താണ് നമുക്ക് തരാത്ത സൈഡും അതുപോലെ തന്ന സൈഡും ഉള്ളതാണ് ഇവിടെ, ഇതിന്റെ ഇടയിലുള്ളതാണ് ബി എന്നുള്ളത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബി എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡ് നോക്കുക. എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്? 7 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 7 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏതാണ്? ആംഗിൾ ബി ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 7 സെന്റിമീറ്റർ നോക്കുക. 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ 6 അല്ലെ. കണ്ടോ? ആംഗിൾ 6. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു എന്താണ്? ആംഗിൾ ആർ അല്ലെ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. കാരണം എന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് അല്ലെ. ദെൻ അടുത്തത് എന്താണ്? ഈ സി ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ സി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡ് അല്ലെ. ഈ സൈഡ് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ആംഗിൾ സി. അങ്ങനെ ആകുമ്പോൾ നോക്കുക 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഇത് അല്ലെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഏതാണ്? ആംഗിൾ പി അല്ലെ. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു എന്താണ്? ആംഗിൾ പി ആണ് അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ആ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ ഈക്വൽ ടു സൈഡ്സ് ആൻഡ് ആംഗിൾ അല്ലെ. പിന്നെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. എന്താ കാരണം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാങ്കിൾ അല്ലെ. പിന്നെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ആണ് അല്ലെ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ആണ്. എന്താ കാരണം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാങ്കിൾ. ഓക്കെ. ദെൻ എന്താണ്? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. കാരണം എന്താ? തന്നിരിക്കുന്നത് അല്ലെ. ഇത്രയേ ഉള്ളത് അല്ലെ. ഇനി അടുത്ത് എന്താ നോക്കാം നമുക്ക്. എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. നോക്കൂ. ട്രയാങ്കിൾ എൽ എം എൻ ആൻഡ് ട്രയാങ്കിൾ എക്സ് വൈ സെഡ്. ഈ 2 ട്രയാങ്കിൾ അല്ലെ. ഇനി ബാക്കിയുള്ള ആംഗിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആംഗിൾ എല്ലിന് ഈക്വൽ ആയിട്ട് ഏതാണ്? ഇവിടെ സെഡ് അല്ലെ. അതായത് 4 സെന്റിമീറ്ററിനും 6 സെന്റിമീറ്ററിനും ഇടയിൽ കൂട്ടിമുട്ടുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ എല്ല്. അതുപോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്ററിനും 6 സെന്റിമീറ്ററിനും ഇടയിൽ കൂട്ടിമുട്ടുന്നത് എന്താണ്? ആംഗിൾ സെഡ് ആണ് അല്ലെ. അപ്പൊ ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ സെഡ് എന്ന് എഴുതാം. പിന്നെ അടുത്ത ഏതാണ്? എം ആണ് കേട്ടോ. ആംഗിൾ എം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്ത്? എം എന്ന് പറയുന്നത്. അതേപോലെ ഈ എക്സ് വൈ സെറ്റിലും നോക്കാം. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏതാണ്? ഇത് അല്ലെ, വൈ ആണ് അല്ലെ. അപ്പൊ എമ്മിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ വൈ അല്ലെ. ദെൻ പിന്നെ ഏതാണ്? അടുത്തത് നമുക്ക് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എൻ ഇങ്ങനെ കാണുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 6 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ആംഗിൾ എൻ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ സൈഡ് നോക്കുക. 6 സെന്റിമീറ്റർ ഇത് അല്ലെ. 6 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഇതാ ആംഗിൾ എക്സ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാ? ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം അല്ലെ അതിനെ. നോക്കൂ ഇങ്ങനെയാണ്. ട്രയാങ്കിൾ എൽ എം എന്നും ട്രയാങ്കിൾ എക്സ് വൈ സെഡും ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ. പിന്നെ ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എന്താണ്? സെഡ്. അത് തന്നിരിക്കുന്നത് അല്ലെ. ഗിവൺ തന്നതാണ്. പിന്നെ ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ് അല്ലെ. ആംഗിൾ എൻ ഈക്വൽ ടു എന്താണ്? ആംഗിൾ എക്സ് ആണ് അല്ലെ. എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ അല്ലെ. ദെൻ ആംഗിൾ എം ഈക്വൽ ടു ഏതാണ്? ആംഗിൾ വൈ അല്ലെ. അപ്പൊ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
എന്താണ് ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ ബിലോ എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻസ്. എന്താണ് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താണ് എ സിയും ബി ഇയും ഇതാ എ സി എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, എ സി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതാ കാണിച്ചു തരാം. ഇതാ എ സി എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ എന്താണ് ബി ഇ എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് പാരലൽ ലൈൻസ് ആണ് അല്ലെ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടൂല അല്ലെ. അപ്പൊ എ സിയും ബിയും പാരലൽ ലൈൻസ് ആണ്. ആർ ദ ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ. എന്താണ് ബി സിയും അതായത് ബി സി എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ ഡി ഇ എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്തുകൊണ്ട്? പിന്നെ ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ. വൈ ബി സിയും ഡി ഇയും പാരലൽ ആണോ ചോദിച്ചിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് അതിന്റെ ലെങ്ത് ഈക്വൽ ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി ഡി ഇയും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലും രണ്ട് സൈഡ്സ് ഈക്വൽ അല്ലേ. ഇവിടെ 4 സെന്റിമീറ്റർ ആണ് എ ബി അല്ലെ, അതുപോലെ ഇത് 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അതേപോലെ തന്നെ ബി ഡി 4 സെന്റിമീറ്റർ ആണ്, ബി ഇ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്താ അറിയാ, രണ്ട് സൈഡ്സും ഈക്വലും അതുപോലെ ഒരു ആംഗിള് ഈക്വൽ ആണെങ്കിൽ എന്താണ് ബാക്കിയൊക്കെ ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലെ. സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇനി ഒരു ആംഗിൾ എങ്കിലും ഈക്വൽ ആവണം അല്ലെ. അപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കും, ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, എന്താണ് എ സിയും ബിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എ സിയും ബി ഇയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാം എന്ത്, ഇത് രണ്ടും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, രണ്ട് ലൈന്, അതായത് രണ്ട് ലൈന് പാരലൽ ആണെങ്കിൽ അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന വേറെ ലൈൻ ഉണ്ടെങ്കിൽ ഈ ആംഗിൾസ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ, ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ 7ാം ക്ലാസ്സിൽ. അപ്പൊ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ മൂന്നാമത്തെ സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് ബി സിയും ഡി ഇയും എന്താണ് ഈക്വൽ ആണ് അല്ലെ. ഇനി ഇവിടെ അടുത്ത് ചോദിക്കുന്നത് എന്താ, ബി സിയും ഡി ഇയും പാരലൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. വൈ? അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ ഇതും ഡി ഇയും പാരലൽ ആണ് അല്ലെ. അപ്പൊ എന്താ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് എന്താക്കുക, അതാ ഇങ്ങനെ എഴുതാം അല്ലെ. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി ഡി ഇ അല്ലെ. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി ഡിയും കൺസിഡർ ചെയ്യാണ് അല്ലെ. അതിന് എ സി ഈക്വൽ ടു ബി ഇ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഗിവൺ ആണ്, തന്നതാണ്. പിന്നെയോ എ ബി ഈക്വൽ ടു ബി ഡിയും തന്നതാണ് അല്ലെ. ഇനിയോ ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞ ഈ ആംഗിളും പിന്നെ ആംഗിൾ ഇ ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ്, ഇഫ് 2 sides of triangle and the angle made by them are equal to 2 sides of another triangle and the angle made by them, then the third sides of a triangle are also equal അല്ലെ. അങ്ങനെ ആകുമ്പോ നമുക്ക് എന്ത് പറയാ, therefore ബി സി ഈക്വൽ ടു ഡി ഇ എന്ന് പറയാം. മനസ്സിലായല്ലോ, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്, ഈ ആംഗിൾ എയും ആംഗിൾ ഇ ബി ഡിയും ഈക്വൽ ആയത്. മനസ്സിലായല്ലോ. അപ്പം ഇത് കറസ്പോണ്ടിങ് ആംഗിൾ ആയത് കൊണ്ടാണ് കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, അടുത്ത ചോദ്യം അതിൽ വന്നിരിക്കുന്നത്, ബി സി പാരലൽ ടു ഡി ഇ ആണോ എന്ന് ചോദിച്ചു അല്ലെ. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പൊ നമ്മൾ ബി സി പാരലൽ ടു ഡി ഇ ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. വൈ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആംഗിൾ ബി ഡി ഇ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. എങ്ങനെയാണിത്, ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾ ആർ ഓൾസോ ഈക്വൽ അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാം, ഇത് എങ്ങനെയാണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. സിൻസ് എന്താണ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അത് അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇവിടെ ഇത് പാരലൽ ആയിട്ട് ഇന്റർസെക്ട് ചെയ്തത് എന്താണ്, ഇത് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലെ. അതായത് ആംഗിൾ സി എ ഡിയും അതുപോലെ ഇ ബി ഇ ഡിയും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ ഇപ്പുറത്തുള്ള ഇതും എന്തായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. ഇ ബി എയും അതുപോലെ സി എയും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അതെ, അതുകൊണ്ടാണ് ഇതാ ഇവിടെ എന്താണ് ഇ ബി ഡിയും അതുപോലെ സി ബി എയും ആംഗിൾസ് രണ്ടും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, therefore എ സി ആൻഡ് ഡി ഇ ആർ പാരലൽ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് എ സി ബി ഡി ഇൻ ദ ഫിഗർ പാരലോഗ്രാം?
എ പാരലോഗ്രാം ബൈ ഇതെന്താണ് ഈ ACBD എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒരു ആംഗിൾ 35 അല്ലെ, അതുപോലെ ഇവിടെയും 35 തന്നിട്ടുണ്ട്. ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഇതെന്താ ഇവിടെ നമുക്ക് ഒരു സൈഡ് 2 സൈഡ് തന്നിട്ടുണ്ട് അല്ലെ, 2 സൈഡും പിന്നെ അതുപോലെ ഒരു ആംഗിളും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 2 സൈഡ് ഇത് ബേസ് സെയിം ആയിട്ടാണ് തന്നില്ലേ, അതും പിന്നെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്, അത് സെയിം ആണ് അല്ലെ. അപ്പൊ ഇത് പാരലോഗ്രാം ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പാരലോഗ്രാം ആണല്ലേ, വൈ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അതെ നമുക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കുക അല്ലേ. എന്നിട്ട് അതേ ചിത്രം വരച്ചതിന് ശേഷം കൺസിഡർ ട്രയാങ്കിൾ ACB എന്ന് പറഞ്ഞതും അതുപോലെ ട്രയാങ്കിൾ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അപ്പൊ AC = BD ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ACയും BD നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ AB = AB ഇതിൽ കോമൺ ആണ്, രണ്ടും എന്താണ് കോമൺ ആണ്, ബോത്ത് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇനി ട്രയാങ്കിൾ ACB ആൻഡ് ട്രയാങ്കിൾ ADB ആർ ഈക്വൽ. എന്താണ് AD = BC അല്ലെ, AD = BC എന്താ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ട്രയാങ്കിൾസ് ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ. അപ്പൊ എന്താണ് അത് നമുക്ക് അറിയുന്ന സംഭവം, ഒന്ന് പഠിച്ച സംഭവമാണ് അല്ലെ. ഇനി നമുക്ക് ഇവിടുന്ന് എന്താണ് നോക്ക് ആംഗിൾ CAB അല്ലെ, ആംഗിൾ CAB = എന്താണ് ആംഗിൾ DBA = 35 ഡിഗ്രി ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. AD = BC ആണ് നമുക്ക് അറിയാം അല്ലെ, AD = BC ആണ് നമുക്ക് എന്താ അറിയാം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് AD = BC അല്ലെ. ഇനി AD പാരലൽ ടു BC ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. AD പാരലൽ ടു BC ആണോ നോക്കണം. അപ്പം എന്താണ് AC പാരലൽ ടു BD, എന്താണ് AC ഇത് അവിടെ അല്ലെ, AC പാരലൽ ടു എന്താണ് BD, അത് നമുക്ക് അറിയുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ എന്താണ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, AC പാരലൽ ടു BD ആണോ ആദ്യം എന്താണ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്താക്കുക, ആംഗിൾ CAB = ആംഗിൾ DBA = എന്താ 35 ഡിഗ്രി. ചിത്രത്തിൽ നോക്കൂ CAB അല്ലെ, CABയും അതുപോലെ എന്താണ് DBAയും എന്താണ് 35 ഡിഗ്രി ആണ് അല്ലെ. സോ എന്താണ് ആംഗിൾ CAB ആൻഡ് ആംഗിൾ DBA ആർ alternate angles formed by the line AB by cutting the lines AC and BD. Therefore AC parallel to എന്താണ് BD അല്ലെ. ഇനി എന്താണ് ആംഗിൾ CBA = ആംഗിൾ DAB, അത് ഈക്വൽ ആണ് അല്ലെ. CBA ഏതാണ് CBAയും അതുപോലെ എന്താണ് DABയും അല്ലെ. ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണ്, എന്താണ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ. സോ എന്താണ് ആംഗിൾ CBA ആൻഡ് ആംഗിൾ DAB ആർ alternate angles formed by the line AB by cutting the lines AD and BC. Therefore എന്താണ് AD parallel to BC അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് എങ്ങനെ എഴുതാ, നിങ്ങൾ എഴുതുക കേട്ടോ. എന്താണ് AD = എന്താണ് ലാസ്റ്റ് നമ്മൾക്ക് എങ്ങനെ എഴുതാ, സിൻസ് കൂടെ എഴുതുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സിൻസ് BC = സോറി AC അല്ലേ, AC = BD കോമ ആൻഡ് പിന്നെന്താണ് BD = AD. BD = AC പറഞ്ഞു, പിന്നെന്താണ് BC = AD അല്ലെ. BC = AD, പിന്നെന്താണ് AC പാരലൽ ടു BD ആൻഡ് AD parallel to BC. Therefore, given quadrilateral ABCD is a parallelogram. Okay, teacher ഒന്നുകൂടി പറഞ്ഞുതരാം. Since AC = BD, BC = AD, AC parallel to BD and AD parallel to BC. Therefore, given quadrilateral ACBD is a parallelogram. Okay, അങ്ങനെ എഴുതുക കേട്ടോ. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. എന്താണ് തന്നിരിക്കുന്ന ഫിഗർ, അതിൽ M എന്താണ് മിഡ് പോയിന്റ് ഓഫ് ലൈൻ AB. ABന്റെ മിഡ് പോയിന്റ് ആണ് M അല്ലെ. കമ്പ്യൂട്ട് ദ അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. എന്താണ് കമ്പ്യൂട്ട് ചെയ്യുക, എന്ത് ബാക്കിയുള്ള 2 ആംഗിൾസ് ട്രയാങ്കിൾ ABCന്റെ ബാക്കിയുള്ള ആംഗിൾസ് എന്താണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നോക്കിയേ, ഇവിടെ M അല്ലെ, M എന്താ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗം M 90 ഡിഗ്രി ആണെങ്കിൽ
ഇത് എന്താ 90 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് എന്താണ് ഈ ഭാഗം കണ്ടുപിടിക്കണം അല്ലേ. അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക, ഇവിടെ നമുക്ക് എന്താണ് ആംഗിൾ എ തന്നിട്ടുണ്ട് 50 ഡിഗ്രി അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ആംഗിൾ എ 50 ഡിഗ്രി ആകുമ്പോൾ എന്താണ് ഇവിടെ ബി എന്തായിരിക്കും, ഇവിടെ 50 ഡിഗ്രി ആണ് കേട്ടോ, ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി. ഇനി എന്താണ് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഇവിടെ 50 ആണ്, ഇവിടെ 90 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾസും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 180 ഡിഗ്രിയാണ് നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൊത്തം ആംഗിൾ എന്താണ് കൂട്ടിയാൽ 180. അങ്ങനെ അത് 50 + 90 എത്രയാണ് 140 അല്ലേ. അപ്പോൾ 180 എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയത് അങ്ങോട്ട് എന്താ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 180 - 50 + 90 140 അല്ലേ. അപ്പോൾ 180 - 140 എത്രയാണ് 40 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും 40 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 40 ഡിഗ്രിന്ന് കിട്ടി. അപ്പൊ എന്താണ് ഇവിടെ അങ്ങനെ തന്നെ അല്ലേ. ഇവിടെ എന്താണ് 50 ഡിഗ്രി ആണ്, ഇവിടെ എന്താണ് 90 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ഇത് എന്താണ് 180 ഇത് രണ്ടും കൂടി കൂട്ടി കുറച്ചാൽ പോരെ അല്ലേ. അപ്പം 180 - 140 എത്രയാണ് 40 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് 40 ഡിഗ്രിന്ന് കിട്ടിയില്ലേ. കിട്ടിയാ ഇത് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ അത് എഴുതാൻ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് നമുക്ക് എല്ലാ ആംഗിൾസിനും എന്താണ് ട്രയാങ്കിൾ ABC-ന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇത് ആംഗിൾ A 50 ഡിഗ്രി, ആംഗിൾ ബിയും 50 ഡിഗ്രി, ആംഗിൾ സി എന്തായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് 40 ഇവിടുന്ന് ഇങ്ങോട്ട് 40 ആണ് അല്ലേ. അപ്പോൾ 80 ഡിഗ്രി, ആംഗിൾ C = 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ 5 5th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 5 ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് AB and CD are parallel and M is the midpoint of AB. എന്താണ് ഈ ഫിഗറിൽ താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ എന്താണ് ഓക്കെ എന്താണ് ഫിഗറിൽ ലൈൻ AB and CD are parallel. എന്താണ് ABയും CDയും AB എവിടെ ABയും CDയും പാരലൽ ആണ് അല്ലേ. then M is the midpoint of AB. ABന്റെ മിഡ് പോയിന്റ് ആണ് M. ഓക്കെ, then ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, compute what is the angle of triangle MAMD, triangle MBC and triangle DCM. ഇതിന്റെ ഒക്കെ ആംഗിൾസ് കണ്ടുപിടിക്കണം. what is special about quadrilaters AMCD and MBCD അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം, ഇവിടെ നോക്കൂ ട്രയാങ്കിൾ ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, ട്രയാങ്കിൾ AMD അല്ലെ. AMDയും ട്രയാങ്കിൾ AMD എന്നുള്ള ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അതുപോലെ ട്രയാങ്കിൾ DMCന്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. അതുപോലെ എന്താണ് ഈ ട്രയാങ്കിൾ MBCന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ, ഇതിപ്പോൾ ടീച്ചർ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ടീച്ചർ ഇത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചൊന്ന് ഇത് എന്താണ് കുറച്ച് നല്ല സിമ്പിളാണ് സംഭവം, പക്ഷെ ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.